മോർണിംഗ്. മേനോ സാറല്ലേ? IG അദ്ദേഹത്തെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക. DYSP അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട് സാർ. ഗുഡ് മോർണിംഗ് സർ. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. I am Ali Imran. വെരി ഗുഡ്. ഇതാണ് നല്ല ഒന്നാം തരം പോലീസ് പട്ടി. വാ വാ വാ. Come on. Come here. Stay, 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 stay. എന്താ പിന്നെ ഇവർക്ക് പേരിട്ടിരിക്കുന്നത്? പേരൊന്നും ഇട്ടില്ല സാർ. ഒരു നല്ല പേരുണ്ട്. ഒരു വലിയ ട്രെയിനർ ഉണ്ടായിരുന്നു, അലി ഇമ്രാൻ എന്നായിരുന്നു വേണ്ട പേര്. അലി ഇമ്രാനോ? അങ്ങനെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നോ? തനിക്കറിയില്ലേ? ഇത് അലിപ്പട്ടി, ഇത് ഇമ്രാൻ പട്ടി. എടാ അലിപ്പട്ടി, അലിപ്പട്ടി, എടാ ഇമ്രാൻ പട്ടി. ഓ, ഈ അലി ഇമ്രാന് വട്ടൊന്നും പിടിക്കില്ലല്ലോ, ഇഞ്ചക്ഷൻ എടുത്തല്ലേ? അതെ സാർ. എടാ അലി ഇമ്രാനെ വട്ടെങ്ങാനും പിടിച്ച് ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഷൂട്ട് ചെയ്ത് കളയാൻ. ആലിപ്പട്ടി, ഇമ്രാൻ പട്ടി. സാർ, മേനോ സാർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കൂ. കാര്യത്തിന്റെ സീരിയസ്നെസിനെ കുറിച്ചെല്ലാം മിസ്റ്റർ ഇമ്രാൻ മനസ്സിലായി കാണുമല്ലോ. സർ, ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആദ്യം ആ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂടാതെ ശത്രുക്കളുടെ എണ്ണം, അവരുടെ മെത്തേഡ് ഓഫ് സെക്യൂരിറ്റി, അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി അതിനെക്കുറിച്ചൊരു വിവരവും ഇപ്പോൾ നമ്മുടെ പക്കലില്ല. ഇനി അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വെക്കുക. അവർ സാറിനോട് പറഞ്ഞ 24 മണിക്കൂർ അൾട്ടിമേറ്റം ഇന്ന് തീരും. നമുക്കാവശ്യം സമയമാണ്. അതിനെന്താ വഴി? ദാറ്റ്സ് അവർ ഫസ്റ്റ് പ്രോബ്ലം. ഇനി സമയമൊന്നും നീട്ടി കിട്ടാൻ പോകുന്നില്ല. സമയം നീട്ടിക്കൊണ്ടുപോയാൽ മരണം പിന്നെയും സംഭവിക്കും. അത് ഒഴിവാക്കിയേ പറ്റും. ഇമ്രാന്റെ ഈ ഓപ്പറേഷന് എത്ര ദിവസം വേണ്ടി വരും? സ്ഥലത്തെക്കുറിച്ചും അവരുടെ സെക്യൂരിറ്റിയെക്കുറിച്ചും വ്യക്തമായി അറിയാതെ അത് പറയാൻ പറ്റില്ല സാർ. അതൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓരോരുത്തരെയായി. ഇനി അവർ സാറിനെ എപ്പോൾ കോണ്ടാക്ട് ചെയ്യും? എപ്പോൾ വേണമെങ്കിലും ആവാം. സാർ വിചാരിച്ചാൽ സമയം നീട്ടിക്കിട്ടില്ലേ? തോന്നുന്നില്ല. പിന്നെ സമയം നീട്ടിക്കിട്ടാൻ നമ്മൾ ഉണ്ടാക്കി പറയുന്ന കാരണങ്ങൾ അവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ അവർ വിശ്വസിക്കാതിരിക്കുള്ളൂ. അറസ്റ്റ് ചെയ്ത ചാൾസിന്റെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. എല്ലാം ഇതിലുണ്ട്. ഇവരിപ്പോൾ എവിടെ ഉണ്ട്? ഇവിടുത്തെ സബ് ജയിൽ. എനിക്കിവരെ ഒന്ന് കാണണം, ഉടൻ വേണം. ഐ വിൽ മേക്ക് ദി അറേഞ്ച്മെന്റ്സ്. സാർ. സാറിന് വേറെ ജോലിയൊന്നുമില്ലേ? ഇതിന്റെ പേര് കമാൻഡോ ഓപ്പറേഷൻ അല്ല, വട്ട് ഓപ്പറേഷൻ എന്നാ. കുറച്ചു ദിവസമായി ജയിലിൽ കിടക്കുന്ന അവരെ കണ്ടിട്ട് എന്താ കാര്യം സാർ? അവർക്ക് ഈ ഹൈജാക്കിനെ കുറിച്ച് ABCD അറിയാൻ പാടില്ല. സാർ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇനി ഇമ്രാൻ ആരായിരുന്നാലും ശരി, ഒരിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തുപോയ ആളാണ്. അയാളെ വീണ്ടും സേവനത്തിന് വിളിക്കുക, ഒരു ജൂനിയർ ഓഫീസറായിരുന്ന അയാളുടെ ആജ്ഞകളെ മറ്റ് സീനിയേഴ്സ് അനുസരിക്കുക. രാജു, will you please shut up? യെസ്, ഐ വിൽ കീപ് മൈ മൗത്ത് ഷട്ട്. പക്ഷെ ഒരു കാര്യം, പട്ടികളെ ഒരുപാടൊന്നും വിശ്വസിക്കരുത്. യു മേ ഗോ. സാർ, എന്നോട് വിരോധം തോന്നിയാലും വേണ്ടില്ല. സാറിന് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരുത്തനെ മരുമോനായിട്ട്? ആരാ ഈ ചാൾസ്? ചാൾസ് ആരാണെന്ന്
ചാൾസ് ആരാണെന്ന്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. നിന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടും. ചാൾസിന്റെ ഫോൺ വരുമ്പോൾ സാറ് തന്നെ സംസാരിച്ചു തുടങ്ങുക. കാര്യങ്ങൾ പറയുക. ആവശ്യമാണെങ്കിൽ മാത്രം റഷീദിനെ ഉപയോഗിച്ചാൽ മതി. സാർ, ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. ഹലോ ചാൾസ്, ഞാൻ മേനോൻ. മനസ്സിലായി. എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. ഗവൺമെന്റ് ഭാഗത്ത് ചില അനക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവുകാരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. പ്രോബ്ലം പൈസയാ. ഇത്രയും വലിയ തുകയ്ക്കുള്ള ഡോളറും ഗോൾഡും ആവുമ്പോ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ റിസർവ് ബാങ്ക് ഗവർണർ വഴങ്ങുന്നില്ല. PM-ഉം യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററും സ്ഥലത്തില്ലാന്ന് ചാൾസിന് അറിയാമല്ലോ. അവർ വന്നാലേ എന്തെങ്കിലും നടക്കൂ എന്ന വാശിയിലാണ് ഗവർണർ. അതിന് ഞാനെന്ത് വേണം? ഗവർണറോട് സംസാരിക്കണം. ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. സമയമോ? നടക്കില്ല. അതിനെ കുറിച്ചാണെങ്കിൽ ഇനി സംസാരിക്കണ്ട. നിങ്ങളുടെ റഷീദ് ഇവിടെ ഉണ്ട്. എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ലെന്ന്. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് റഷീദിന് അറിയാം. നിങ്ങൾ അയാളുമായി ഒന്ന് സംസാരിക്കണം. ആ ശരി, എന്നാ കൊടുക്ക. ഞാനാ ചാൾസ്, റഷീദ്. എന്റെ മുമ്പിൽ വെച്ച അവർ ബോംബെയിൽ ഗവർണറുമായി സംസാരിച്ചത്. DIG സാർ പറഞ്ഞതൊക്കെ സത്യമാണ്. റഷീദ്, നീ പറഞ്ഞൊക്കെ സത്യമാണോ? തുറന്നു പറഞ്ഞു, മടിക്കണ്ട. നിന്നെ അവർ ഒരു ചുക്കം ചെയ്യില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഫോൺ മേനോൻ സാറിനെ ഏൽപ്പിക്ക. മേനോൻ സാറേ, റഷീദ് പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷേ വിശ്വസിച്ചിട്ടില്ല. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവനെ പോലെ 10 പേരെ കൊണ്ട് ഇതിലും ഭംഗിയായി കള്ളം പറയിപ്പിക്കും. മിസ്റ്റർ മേനോൻ, റഷീദിന് ഇംഗ്ലീഷിന്റെ ഒരു പൊടി പോലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെയാണോ ബോംബെയിൽ റിസർവ് ബാങ്ക് ഗവർണറുമായി നിങ്ങൾ സംസാരിച്ചത് അവൻ മനസ്സിലാക്കുന്നത്? മിസ്റ്റർ മേനോൻ, ഞാൻ അവസാനമായി പറയുക, ഇനി സമയം നീട്ടുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി 10 മണി വരെ 1 മിനിറ്റ് പോലും കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഡോക്ടറെ വേണം. തൽക്കാലം ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളുണ്ട്. അയാൾ മതിയോ? ഒരു മനുഷ്യനൂടെ വേദന കൊണ്ട് മരണോപ്രാളം കാണിക്കുമ്പോൾ നിനക്കൊക്കെ കാണുന്ന ഒരു രസമാണ്. You want to kill me? Take this. Come on, take this.